ഹലോ വെൽക്കം ബാക്ക്. മഞ്ജുഷയാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യമൊന്നും ഓർമ്മിപ്പിച്ചാട്ടോ കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ മൈക്ക് എടുത്തിട്ടില്ല. രണ്ടാമത് പുറത്ത് നല്ല മഴയുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് വീഡിയോയിൽ ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നല്ല ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം സമയം കിട്ടുമ്പോഴത്തേക്കാണ് എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. നിങ്ങളുമായിട്ട് ധാരാളം കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഒരു ഗ്യാപ്പ് വന്നത് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്നില്ല. ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതെല്ലാം ഒന്ന് ചെയ്യുക. നമ്മൾ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ലൈനിങ് വെക്കുമ്പോൾ ആ ഒറിജിനൽ ക്ലോത്തിനോട് ചേർത്ത് തന്നെ ലൈനിങ് നമ്മൾ ഒരിക്കലും വെക്കരുത്. ഇതിന് മുന്നേ പട്ടുപാവാട സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പട്ടുപാവാട മാത്രം കാര്യമല്ല, ചുരിദാറാണ്, ഫ്രോക്കാണ്, എന്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ലൈനിങ്ങിൻ്റെ ക്ലോത്തും പിന്നെ ഒറിജിനൽ ക്ലോത്തും തമ്മിൽ ഒരു 2 ഇഞ്ച് വ്യത്യാസം വേണം. ഒറിജിനൽ ക്ലോത്തിനേക്കാളും 2 ഇഞ്ച് മുകളിലേക്ക് നിൽക്കണം ലൈനിങ്ങിൻ്റെ ക്ലോത്ത്. ഇവിടെ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണാമല്ലോ, ആ പ്രിൻ്റ് ഉള്ളതാണ് ഒറിജിനൽ ക്ലോത്ത്. അതിൻ്റെ മുകളിലേക്ക് 2 ഇഞ്ച് കയറ്റിയാണ് ലൈനിങ്ങിൻ്റെ തുണി വെച്ചിരിക്കുന്നത്. താഴത്തെ വശത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. താഴത്തെ വശത്താണ് 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വെക്കേണ്ടത്. ബാക്കിയുള്ള നെക്കിൻ്റെ വശം, സൈഡിലെ വശം, കൈക്കുഴിയുടെ വശത്തൊക്കെ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതിയാവും. നെക്കിൻ്റെയും കൈക്കുഴിയുടെയൊക്കെ ഭാഗത്ത് 1/2 ഇഞ്ച് എക്സ്ട്രാ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എടുക്കാതെ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് താഴത്തെ വശത്ത് ആ ലൈനിങ്ങിൻ്റെ ഭാഗം എങ്ങനെയാണ് വരേണ്ടതെന്നാണ്. ഇപ്പോൾ ഇവിടെ കാണാം, ഒറിജിനൽ ക്ലോത്തിനേക്കാളും 2 ഇഞ്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വരുന്നത്. ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ രീതിയിൽ തന്നെയാണ് വെക്കേണ്ടത്. 2 അല്ലെങ്കിൽ 2.5 ഇഞ്ച് മുകളിലേക്ക് കയർ നിൽക്കുന്ന രീതിയിൽ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വയ്ക്കുക. പിന്നെ വശങ്ങളിലും നെക്കിൻ്റെ ഭാഗത്തും കൈക്കുഴിയുടെ ഭാഗത്തും എല്ലാം എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് നിൽക്കുന്ന രീതിയിൽ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്യുക. ചോക്ക് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ലൈനിങ് വാഷ് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ കൂടിയും ലൈനിങ് ഓരോ പ്രാവശ്യം നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ ലൈനിങ് തൂങ്ങി താഴത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഒറിജിനൽ ക്ലോത്തിനേക്കാളും കുറച്ച് താഴത്തേക്ക് ലൈനിങ്ങിൻ്റെ പീസ് ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അപ്പോൾ അത് വൃത്തികേടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒറിജിനൽ ക്ലോത്തിനേക്കാളും 2 ഇഞ്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മടക്കിയും കൂടെ അടിക്കുമ്പോൾ കുറച്ചും കൂടെ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ ക്ലോത്തും ഒറിജിനൽ ക്ലോത്തും കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അത് രണ്ടും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ആ സ്റ്റിച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലതുപോലെ അയൺ ചെയ്യുക. ചുളിവുകളൊന്നുമില്ലാതെ, 2 ക്ലോത്തും ചുളിവുകളൊന്നുമില്ലാതെ നല്ലതുപോലെ നിവർത്തിയിട്ടിട്ട് അയൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ ചെറിയ മുട്ട് പിന്നുകൾ പിൻ ചെയ്ത് വെക്കുക. ചേർത്ത് പിൻ ചെയ്യുക. അല്ലാതെ പിന്നൊന്നും ചെയ്യാതെ രണ്ടും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് ഒറിജിനൽ ക്ലോത്ത് ഒന്ന് മടങ്ങി പോവുക അല്ലെങ്കിൽ നീങ്ങി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഒരേപോലെ തന്നെ വരണം. ഇവിടെ ഞാൻ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എക്സ്ട്രാ 1/2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ. കാണാമല്ലോ, എക്സ്ട്രാ 1/2 ഇഞ്ച് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ തയ്ച്ചതിന് ശേഷം ആ എക്സ്ട്രാ നിൽക്കുന്ന ലൈനിങ്ങിൻ്റെ ക്ലോത്തിനെ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച 2-3 കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ഒറിജിനൽ ക്ലോത്തിനേക്കാളും താഴത്തെ വശത്ത് 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വശങ്ങളിലും കൈക്കുഴിയുടെ ഭാഗത്തും നെക്കിൻ്റെ ഭാഗത്തുമൊക്കെ എക്സ്ട്രാ 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട 3ാമത്തെ കാര്യം, ഒറിജിനൽ ക്ലോത്തും ലൈനിങ്ങിൻ്റെ ക്ലോത്തും തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ലതുപോലെ അയൺ ചെയ്ത് ചുളിവുകളെല്ലാം നിവർത്തി പിൻ ചെയ്തതിന് ശേഷം മാത്രം അരിവിലൂടെ സ്റ്റിച്ച് ചെയ്യുക. അരിവിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇതിന് മുന്നേ ചാനലിൽ തുമ്പ് നോക്കി സൂചി നോക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിൽ പറയുന്ന രീതിയിൽ സൂചി നോക്കി സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട അതൊരു ചെറിയ കാര്യമാണ്. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മളുടെ ആ ഒരു സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ എന്ത് ചെയ്യണം? ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒറിജിനൽ ക്ലോത്തിനേക്കാളും 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് വരെ മതി. ഒരുപാട് മുകളിലേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് പോലത്തെ ഡ്രസ്സാണെങ്കിൽ ആ ലൈനിങ്ങും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് കാണും. അങ്ങനെ പാടില്ല. 2 അല്ലെങ്കിൽ 2.5 ഇഞ്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്യുക.
ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മറന്നു പോവാതിരിക്കുക. ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുക. ഓക്കെ, ബൈ.